ദില്ലിയിലും ചണ്ഡീഗഡിലും ബോംബ് ഭീഷണി. ദില്ലി സർവകലാശാലയ്ക്ക് കീഴിലെ റാംജാസ് കോളേജിനും മിറാൻഡ കോളേജിലുമാണ് ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം കിട്ടിയത്. വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും അടിയന്തരമായി ഒഴിപ്പിച്ചു. ചണ്ഡീഗഡിൽ സ്കൂളുകൾ, മേയറുടെ ഓഫീസ്, സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ ആക്രമണ ഭീഷണിയുണ്ട്. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, എവിടേക്കാണ് ഈ ഭീഷണി സന്ദേശങ്ങൾ എത്തിയത്? മാധു, ഇന്നിപ്പോൾ ദില്ലിയിലും ചണ്ഡീഗഡിലും വ്യാപകമായി തന്നെ ഇത്തരത്തിൽ ബോംബ് ഭീഷണികൾ ഇമെയിൽ മുഖേന എത്തി എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പോലീസിനും മറ്റ് ബോംബ് സ്ക്വാഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് വലിയ തലവേദനയാണ് ഇത്തരത്തിലുള്ള ഭീഷണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടിടത്തും പരിശോധനകൾ പൂർത്തിയാക്കിയെന്ന് അറിയാൻ കഴിയുന്നു. വ്യാജ ഭീഷണിയാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ദില്ലിയിലാണെങ്കിൽ ദില്ലി സർവകലാശാലയ്ക്ക് കീഴിലുള്ള 2 കോളേജുകളിലാണ് ഇന്ന് ഭീഷണി ഉണ്ടായത്. റാംജാസ് കോളേജിനും അതോടൊപ്പം തന്നെ മിറാൻഡ കോളേജിനും ഭീഷണി എത്തി. അതിനു പിന്നാലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മറ്റ് ജീവനക്കാരെയും എല്ലാം ഈ കോളേജിൽ നിന്ന് ഒഴിപ്പിക്കുകയും പിന്നീട് ബോംബ് സ്ക്വാഡും അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡും ഒക്കെ സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തു. അതോടൊപ്പം ചണ്ഡീഗഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കൂളുകൾക്കുണ്ട്, അതോടൊപ്പം തന്നെ മേയറുടെ ഓഫീസുണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട്. അത്തരത്തിൽ വിവിധ ഇടങ്ങളിലാണ് ചണ്ഡീഗഡിൽ ഇത്തരത്തിൽ ഇമെയിൽ മുഖേന ഭീഷണി സന്ദേശം എത്തിയത്. അതും ഇപ്പോൾ പരിശോധനയ്ക്ക് ഒടുവിൽ വ്യാജമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ദില്ലിയിലെ കോടതികൾക്ക് വ്യാജ സന്ദേശം ഇതുപോലെ അയച്ച ആളെ കർണാടകയിൽ നിന്ന് പിടികൂടിയിരുന്നു. അയാൾ ഒരു നിയമ വിദ്യാർത്ഥിയായിരുന്നു. നിയമപഠനം പൂർത്തിയാക്കാതെയുള്ള നിരാശ മൂലമാണ് കോടതികൾക്ക് നിരന്തരം അയാൾ ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇന്നിപ്പോൾ ദില്ലിയിലെയും ചണ്ഡീഗഡിലെയും ഭീഷണികളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പോലീസും മറ്റ് രഹസ്യാന്വേഷണ വിഭാഗവും അറിയിക്കുന്നത്. കൃത്യമായി തന്നെ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തു. നിലവിൽ ഇത് ഒരു വ്യാജ ഭീഷണി ആയതുകൊണ്ട് ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. മാധു, നോബൽ മാരിക്കാരൻ വിവരങ്ങൾ നൽകിയത്.